വീണ്ടും പുലി ഇറങ്ങി. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ ആക്രമിച്ചു. പുലിയെത്തിയത് ആളുകൾ താമസിക്കുന്ന പാടിക്ക് സമീപം. ചാവക്കാട് അകലാട് ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് അപകടം. വലിയ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണു. ആളുകൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ അയൽവാസി അറസ്റ്റിൽ. അറസ്റ്റിലായത് എടവിലങ്ങ് കാര സ്വദേശി സെബാസ്റ്റ്യൻ. അയൽവാസി ജിബിനെ കത്തികൊണ്ട് ആക്രമിച്ച കേസിലാണ് നടപടി. കല്ലൂർ പാറക്കാട് പാലം വളവിൽ വാഹനാപകടം. നിയന്ത്രണം തെറ്റിയ മിനി ലോറി വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നമസ്കാരം. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി. പശുക്കുട്ടിയെ കൊന്നു. പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട് പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. പശുക്കളുടെ കരച്ചിൽ കേട്ട് എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങുന്നത്, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും. 2 ദിവസം മുൻപ് ചിമ്മിനി ഡാം റോഡിൽ ചീനിക്കുന്ന് ഭാഗത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അകലാട് ബദർ പള്ളിക്ക് സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ഇന്ന് രാവിലെയാണ് സംഭവം. അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിലാണ് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ ഇടക്കഴിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു. ഒരു പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കത്തിക്കുത്തും അറസ്റ്റും. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിലാണ് സംഭവം. അയൽവാസികളായ നീലങ്കാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനും തൊടാത്ര വീട്ടിൽ ജിബിനും തമ്മിൽ ചെറിയൊരു തർക്കം. സെബാസ്റ്റ്യൻ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട്. ജിബിന്റെ വീട്ടിൽ വളർത്തുനായയുമുണ്ട്. ജിബിന്റെ നായയുടെ മുന്നിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയതാണ് പ്രശ്നമായത്. പൂച്ചയെ കണ്ടതോടെ നായ കുരച്ചു ചാടി. ഇതോടെ സെബാസ്റ്റ്യനോട് നായയുടെ അടുത്തേക്ക് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ പറഞ്ഞു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ജിബിൻ ചികിത്സ തേടി. പ്രതിയായ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ KG സജിൽ, CPO-മാരായ വിഷ്ണു, ഗോപേഷ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടം. പാലയ്ക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപമാണ് പിക്കപ്പ് മറിഞ്ഞത്. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന പിക്കപ്പാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിലിൽ ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2ാം തവണയാണ് അപകടത്തിൽ വർഗീസിന്റെ വീട്ടുമതിൽ തകരുന്നത്. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. കുന്നംകുളം പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയാണ് ഇരുമ്പു പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. 1-ാം പ്രതിയായ കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ ജെറീഷിനെയാണ് ശിക്ഷിച്ചത്. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2019 ഒക്ടോബർ 1-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. ഇടവേള. വക്കാലക്ക വക്കാലക്ക നന്ദിലത്ത് ജിമാത്തിൽ വക്കാലക്ക വക്കാല
ഗോപോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ കോടതിയിൽ എത്തുന്നവർ ഒരു മുക്കാലി കണ്ടിട്ടുണ്ടാകും. നൂറ്റാണ്ടുകളുടെ തിളക്കമുണ്ട് ചരിത്രം പേറുന്ന ഈ മുക്കാലിക്ക്. കുറ്റം ചെയ്തവരെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ് ഇതെന്ന് ചരിത്രാന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തയിൽ ഇടം പിടിക്കുകയായിരുന്നു. പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല. പണ്ടുകാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നു ഇതെന്നാണ് അറിവ്. എന്തായാലും അതൊരു പഴയ കാലത്തെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത്. ഒരു കാലത്തെ കോടതിയുടെ ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ മുക്കാലിയുടെ സാന്നിധ്യം. ദീർഘകാലത്തെ ചരിത്രമൊന്നും ആർക്കും അതിനെക്കുറിച്ച് എത്ര കാലത്താണ് അത് ആരംഭിച്ചത്, എന്നാണ് അത് കൊണ്ടിട്ടത്, ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുൻപേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിന്റെയും ശിക്ഷാവിധിയുടെയും അടയാളമായി ഇന്നും നിലനിൽക്കുകയാണ് അടുത്തൂൺ പറ്റിയ ഈ മുക്കാലി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഷൊർണൂർ നിലമ്പൂർ മെമു ട്രെയിനിന് പച്ചക്കൊടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. VK ശ്രീകണ്ഠൻ MP, മമ്മിക്കുട്ടി MLA, മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ സമയനഷ്ടം ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുതിക്കുന്ന വേഗത്തിൽ ഇന്നും റെയിൽവേ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ട്രെയിനിലെ യാത്ര എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിച്ചൊന്നും പോകുന്നില്ല, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ട്രെയിൻ പുറപ്പെടണം, നമ്മുടെ മന്ത്രിക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തണം. ഒരു കാര്യം, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി മറ്റെല്ലാ ചിന്തകൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് റെയിൽവേ. അപ്പോൾ ആ റെയിൽവേയുടെ വികസനം എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. ഷൊർണൂർ ജംഗ്ഷനിൽ വലിയൊരു മാറ്റമാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ ലഭിച്ചത്, ഒറ്റപ്പാലത്തും ലഭിച്ചത്. പാലക്കാട് പിറ്റ് ലൈൻ വരികയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, എറണാകുളത്തും തിരുവനന്തപുരത്താണ് പിറ്റ് ലൈൻ ഉള്ളത്. കേന്ദ്ര സർക്കാർ റെയിൽവേ 61 കോടി രൂപയാണ് പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതിക്കായിട്ട് അനുവദിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ചേർന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവും, പല പാർട്ടിയും പലപ്പോഴും നേതൃത്വം വഹിക്കും. ആ ഗവൺമെൻറ് ഭാഗമാണ് പ്രതിപക്ഷവും അവിടുത്തെ മെമ്പർമാർ. ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ്റെ, പാലക്കാട് പിറ്റ് ലൈനിൻ്റെ, ഒറ്റപ്പാലം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ, ഷൊർണൂർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സമയവും സന്ദർഭവും കിട്ടിയ എല്ലാ സമയത്തും ലോക്സഭയിലും റെയിൽവേ മന്ത്രിയെ നിരന്തരമായി കണ്ടും, അതുപോലെ തന്നെ GM വിളിച്ചു കൂട്ടുന്ന മുഴുവൻ മീറ്റിങ്ങിലും DRM മാറി മാറി വരുമ്പോൾ അവരോടും എല്ലാ മേഖലയിലും ശക്തമായി ഉന്നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ എല്ലാ സമകാലിക സംഭവങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ എഴുത്തുകാരന് ബാധ്യതയില്ലെന്ന് കവി KR ടോണി. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സഹിതിയിൽ സംഘടിപ്പിച്ച കവിതയുടെ ജലസ്പർശം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരൻ ഡോക്ടർ PB ഹൃഷികേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കവി അനിൽകുമാർ കോലഴി അധ്യക്ഷത വഹിച്ചു. ഇമാനുവൽ മെറ്റിൽസ്, നഫീസത്ത് BB, K ദിനേശ് രാജ, സുനിത സുകുമാരൻ, സുനിത ദാസ് എന്നിവർ സംസാരിച്ചു. ഹുസൈർ മുഹമ്മദിന്റെ 3ാമത് പുസ്തകമായ ശിരോലിഖിത പ്രകാശനം ചെയ്തു. ചാമക്കാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, എഴുത്തുകാരി ഡോക്ടർ സ്മിത മേനോൻ, RI സക്കറിയ, ES സലീം, ഹുസൈർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു.
ശ്രീധ മാഡത്തിനുള്ള ഒരു സമ്മാനം കൂടി കൈമാറുന്നതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്തിന്, ബ്രദർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്തിന്. നിങ്ങളുടെ ഏവരുടെയും സ്നേഹസന്ദേശങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിരോലിഖിതം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി പെരികളുടെ രാജകുമാരൻ ശ്രീധ മാഡത്തിന് നൽകുന്നു. ഭാഷണത്തിന് ഇത്രയും പ്രബുദ്ധമായ, ഇത്രയും സമൃദ്ധമായ ഒരു സദസ്സ് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. അത് ഈ ഗ്രാമത്തിൻ്റെ അക്ഷര സ്നേഹം വിളിച്ചോതുന്ന ഒന്നുമാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. വളരെ വിശദമായിട്ട് തന്നെ പുസ്തകം വായിച്ചു. അപ്പോൾ അത് വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഇന്ന് നമ്മുടെ മലയാള നോവൽ സാഹിത്യ രംഗത്ത് നിരവധി പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നിരവധി നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോവലുകളുടെ ഒരു വല്ലാത്തൊരു സമൃദ്ധി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും നോവലിൻ്റെ മാത്രമായിട്ടല്ല, അവയുടെ ഒരു ക്ഷുദ്രജീവികളായ 2 കാട്ടുപന്നികളെ സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം വെടിവെച്ചു കൊന്ന അതിരപ്പള്ളി പഞ്ചായത്ത്. കണ്ണൻകുഴിയിലെ കർഷകർക്ക് സ്ഥിരം ശല്യക്കാരായ 2 പന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഷൂട്ടർ ടിമ്മിയുടെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ചത്. പിന്നീട് ഇവയുടെ ജഡം മറവു ചെയ്തു. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം വരിച്ച് കീർത്തി മധു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണവുമായി BJP ആരോപണ രാഷ്ട്രീയ പ്രേരിതമെന്നും സൊസൈറ്റി. ആശുപത്രി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആശുപത്രി വികസനത്തിന് തടസ്സമാണെന്നും സ്ഥാപനത്തെ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും മാറ്റണമെന്നും BJP പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് മഞ്ഞളി ആവശ്യപ്പെട്ടു. സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം CPM-ന്റെ നേതൃത്വത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് അതിന്റെ പേരിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ പേരിലും വളരെയധികം ഫണ്ട് പിരിവും പല കടകളിലും ഈ സംഭാവന ബോക്സ് വെച്ചിട്ട് ഫണ്ട് പിരിവ് നടത്തുന്നുണ്ട്. അനധികൃതമായി നടത്തുന്ന ഈ സ്ഥാപനം അവർ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഓഫീസിലോ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നടത്തിക്കോട്ടെ. ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കരാർ ലഭ്യമല്ലെന്ന് ആശുപത്രി അധികൃതർ നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു. പാലിയേറ്റീവ് യൂണിറ്റിലെ ജീവനക്കാർ ഉപയോഗിക്കുന്ന വെള്ളം, വൈദ്യുതി തുടങ്ങി മറ്റു സൗകര്യങ്ങൾക്കൊന്നും ആശുപത്രിയിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്നും താലൂക്ക് ആശുപത്രിയുടെ പേരിൽ സമീപ പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളിലും ബോക്സ് സ്ഥാപിച്ച് നടത്തുന്ന പണപ്പിരിവിലൂടെയുള്ള വരുമാനം ദുരുപയോഗം ചെയ്യുകയാണെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു തച്ചങ്കുളം ആരോപിച്ചു. നമ്മുടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ സർക്കാർ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ട്. അത് ഒരു ഡമ്മിയാക്കി വെച്ചുകൊണ്ട് അവിടെ സുസ്ഥിര പാലിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് സൊസൈറ്റി നടത്തി വരികയാണ് വർഷങ്ങളായിട്ട്. പുതുക്കാട് ആമ്പല്ലൂർ പ്രദേശങ്ങളിലെ കടകളിലെല്ലാം ഉണ്ടിക വെച്ച് കളക്ഷൻ എടുക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ആശുപത്രിയുടെ ഏരിയ അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഒരു വാഹന പാർക്കിംഗ് ഇല്ല, അവിടെയുള്ള ആംബുലൻസ് വരെ പുറത്തിടേണ്ട ആവശ്യങ്ങൾ വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ അനധികൃതമായിട്ട് നടന്നു വരുന്നത്. താലൂക്ക് ആശുപത്രിയുടെ അനുമതിയില്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുവെന്നും BJP നേതാക്കൾ പറഞ്ഞു. അതേസമയം ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ച് 2006 പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയുടെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് P. തങ്കം പറഞ്ഞു. മേഖലയിൽ കിടപ്പുരോഗികളും മാരകമായ രോഗങ്ങൾ ബാധിച്ചവരും നിരവധിയുണ്ടായിരുന്ന കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിൽ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മുൻമന്ത്രി C. രവീന്ദ്രനാഥ് MLA ആയിരിക്കെ 3 സർക്കാർ ആശുപത്രി അധികൃതർ ഏർപ്പെട്ട കരാർ നിലവിലുണ്ട്. നിലവിൽ 1000 രോഗികളും 300 കിടപ്പുരോഗികൾക്കും സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റിയുടെ സേവനം ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും സേവന സന്നദ്ധരായ ഡോക്ടർമാരും പരിശീലനം നേടിയ നഴ്സുമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സൊസൈറ്റിയുടെ ആംബുലൻസ്, ഫ്രീസർ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ആശുപത്രിക്ക് വേണ്ടിയാണ്. TCV ന്യൂസ്, പുതുക്കാട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 9,315, പവന് 74,520. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ ആക്രമിച്ചു. പുലിയെത്തിയത് ആളുകൾ താമസിക്കുന്ന പാടിക്ക് സമീപം. ചാവക്കാട് അകലാട് ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് അപകടം. വലിയ സ്ലാബ് സർവീസ് റോഡിലേക്ക് വീണു. ആളുകൾ രക്ഷപ്പെട്ടത് തലനാടിഴയ്ക്ക്. പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ അയൽവാസി അറസ്റ്റിൽ. അറസ്റ്റിലായത് എടവിലങ്ങ് കാര സ്വദേശി സെബാസ്റ്റ്യൻ. അയൽവാസി ജിബിനെ കത്തികൊണ്ട് ആക്രമിച്ച കേസിലാണ് നടപടി. കല്ലൂർ പാറക്കാട് പാലം വളവിൽ വാഹനാപകടം. നിയന്ത്രണം തെറ്റിയ മിനി ലോറി വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.